Thank you, Lord. Thank you, Jesus. Thank you, Holy Spirit. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളൊക്കെ വാഴ്ത്തുന്നപ്പാ ഈ നല്ല വൈകിയ വേളയുടെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയ്ക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ. ആ ദൈവിക കരുതലുകൾ തിരിച്ചറിയുവാൻ കഴിയുന്നവർ ഈ സമയം ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒരുമിച്ചായിരിക്കും നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്ന ഈ നല്ല സമയം ഏറ്റവും ശ്രേഷ്ഠകരമായി മാറട്ടെ. സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നമ്മൾ ആമേൻ മാറ്റിവച്ചിരിക്കുന്ന ഈ സമയത്തെക്കുറിച്ചോർത്ത് ലജ്ജിക്കുവാൻ കർത്താവ് അനുവദിക്കത്തേയില്ല. അർത്ഥം, നമ്മൾ ഇന്നലകളിൽ മാറ്റിവെച്ച ഒത്തിരി സമയങ്ങളെക്കുറിച്ചോർത്ത് ലജ്ജിക്കുന്നുണ്ട്. ആമേൻ. എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ തന്നെ പറയുന്നു, ചിലവഴിച്ച ചില സമയങ്ങളെക്കുറിച്ചോർത്തുള്ള ലജ്ജ, കുറ്റാബോധം, ഇടപെട്ട ചില കാര്യങ്ങളെക്കുറിച്ചോർത്തുള്ള വേദനകൾ, കടന്നുപോയ ചില വഴികളെക്കുറിച്ചോർത്തുള്ള വിങ്ങലുകൾ, അത് വേണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഭവം വേണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് പോകണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ചെയ്യണ്ടായിരുന്നു എന്ന് ഓർത്ത് വിലപിക്കുന്ന അല്ലെങ്കിൽ പരിതപിക്കുന്ന അനുഭവങ്ങളോടെ ആയിരിക്കുന്ന ചിലർക്കൊപ്പം ഈ വൈകിയവേളയിൽ ഞാനായിരിക്കുന്നു. ആമേൻ. അതിനോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അவ்விധത്തിൽ ഒരു കുറ്റബോധം നിങ്ങളുടെ ജീവിതത്തിൽ തോന്നുവാൻ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം എൻ്റെ കർത്താവ് ഇടവരുത്തത്തില്ല. ആമേൻ. ഇന്ന് ഈ വൈകിയവേളയിൽ ഒരുമിച്ചായിരിക്കുന്ന പ്രിയരെ, ഈ ശബ്ദം കേട്ടുകൊണ്ട് ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്നവരെ, ആമേൻ, ഈ മെസ്സേജ് കേൾക്കുവാൻ പോകുന്നവരെ നിങ്ങളോട് തന്നെ വിളിച്ചു പറയട്ടെ, ഒരുമിച്ചായിരിക്കുന്ന ഈ സമയത്തെക്കുറിച്ച് വാതോരാതെ നിങ്ങൾ സംസാരിക്കുവാൻ പോകുക. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ സമയം, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറുവാൻ, എൻ്റെ കണ്ണുനീരണിഞ്ഞ അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ, എൻ്റെ കരച്ചിലിന് അറുതി വരുത്തുവാൻ, ഞാൻ തലകുനിച്ച് നിന്ദിക്കപ്പെട്ട അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്നെ കണ്ട് ഒരുക്കിയ സമയം. അതേ, അബ്രഹാമിന് വേണ്ടി ഒരു സമയം ഒരുക്കിയ ദൈവം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ഈ സമയത്തെ ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. നീണ്ട വർഷങ്ങളാണ്, ആമേൻ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഏകദേശം 25 വർഷം അഥവാ 24-ലധികം വർഷം അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. കേട്ട നാൾ മുതൽ, ദൈവത്തിന്റെ ശബ്ദം കേട്ട നാൾ മുതൽ അബ്രഹാമിന്റെ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിന്റെ ശബ്ദം അബ്രഹാം കേട്ടുകൊണ്ടേ ഇരുന്നു. ഇന്ന് ഈ വൈകിയ വേളയിൽ എനിക്കൊപ്പം നിങ്ങളായിരിക്കുമ്പോൾ എനിക്ക്, ആമേൻ, മടികൂടാതെ പറയുവാൻ കഴിയും, നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്കുള്ള യാത്രയിൽ അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇന്നത്തെ അവസ്ഥ മാറ്റിത്തരാമെന്ന് പറഞ്ഞ, നിങ്ങളുടെ കണ്ണുനീരിന് അറുതി വരുത്തിത്തരാമെന്ന് പറഞ്ഞ, നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിത്തരാമെന്ന് പറഞ്ഞ ആ യാത്രയിൽ പലവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അബ്രഹാമിനോട് സംസാരിച്ചതുപോലെ നിങ്ങളോടും സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആയിരിക്കാം അവൻ നിങ്ങളോട് സംസാരിച്ചത്, അല്ലെങ്കിൽ എന്നെപ്പോലെ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിച്ച ഏതെങ്കിലും ഒരു മനുഷ്യനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഖാന്തരത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേ ഇരുന്നിരിക്കണം. അബ്രഹാം ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ടിരുന്നവനാണ്. എന്നാൽ അബ്രഹാമിനൊപ്പം വേറെയും വ്യക്തികളുണ്ട്. അബ്രഹാമിൻ്റെ ചാർച്ചക്കാരുണ്ട്, ദാസന്മാരുണ്ട്. എന്തിന്? വാഗ്ദത്തം അബ്രഹാമിനൊപ്പം ചേർന്ന് ചുമക്കേണ്ട സാറ ഉണ്ട്, അബ്രഹാമിൻ്റെ പ്രിയ ദാസൻ ഉണ്ട്. ഇങ്ങനെ ഒത്തിരി പേർ അബ്രഹാമിനൊപ്പമുണ്ട്. അവരൊക്കെ ചോദിച്ചു കാണും, അബ്രഹാമേ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചത് വെറുതെയായി തീർന്നല്ലോ. ദൈവം പറഞ്ഞത് കേട്ട് ലോകം പറഞ്ഞ പല കാര്യങ്ങളും മാറ്റിവെച്ച് നീ ഇറങ്ങി തിരിച്ചത് വെറുതെയായി തീർന്നല്ലോ. സഹോദര, ഒരുപക്ഷെ നിന്റെ ജീവിതത്തെ നോക്കി, ആമേൻ, നീ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് കണ്ട്, ആമേൻ, സ്തോത്രം, പലരും ചോദിച്ചേക്കാം, വെറുതെയാണ്, ഇതിൻ്റെ ആവശ്യമില്ല. എന്നാൽ കേൾക്കണമേ, ഒരു ദിവസം അബ്രഹാമിന് വേണ്ടി മേമ്രയുടെ തോപ്പിൽ ദൈവം ഇറങ്ങി വന്നു. ആ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ അതേ
അതെ ദൈവമേ, ഇത്ര നാളായി എൻ്റെ കാത്തിരിപ്പിന് എന്തായി മറുപടി തരുവാൻ നീ ഇറങ്ങി വരാത്തത്? എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്താണ് ഉത്തരമുണ്ടാകാത്തത്? എൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു മാറ്റം ഉണ്ടാകാത്തത് എന്താണ്? എൻ്റെ ഭവനത്തിൽ നിന്ന് ആ കണ്ണുനീർ ഒഴിഞ്ഞു പോകാത്തത് എന്താണ്? മേമ്രയുടെ തോട്ടിൽ ഇറങ്ങി വന്ന ദൈവം ഇന്ന് ഈ വൈകിയ വേളയിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ഇറങ്ങി വരിക. നിനക്ക് വേണ്ടി എൻ്റെ ദൈവം കണ്ട സമയം, അതേ പ്രിയ സഹോദരി, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം കണ്ട സമയം, മേമ്രയുടെ തോപ്പിൽ ദൈവം ഇറങ്ങി വന്ന സമയം. അതേ ഹല്ലേലൂയ. ആ സമയത്തെക്കുറിച്ച് വാചാലനാകുന്ന അബ്രഹാമിനെ നമുക്ക് തുടർന്ന് കാണുവാനായി കഴിയും. ആ സമയത്തെക്കുറിച്ചുള്ള വാചാലതയാണ് ഇന്നും ആമേൻ ഉച്ചത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത്. അബ്രഹാമിൻ്റെ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നു, അബ്രഹാമിന് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം. അബ്രഹാമിൻ്റെ വിശ്വാസത്താൽ ജനിക്കപ്പെട്ട മക്കളെന്ന് പേരുള്ള നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവം. സന്തോഷത്തോടെ ഈ വൈകിയ ഞാൻ വിളിച്ചു പറയട്ടെ, അബ്രഹാമിന് വേണ്ടി ഒരു സമയത്തെ കണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി കണ്ട സമയത്തിൽ നിങ്ങളായിരിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ മോശേ മോശേ എന്ന് വിളിച്ച് ഹെറോബിൽ ഇറങ്ങി വന്ന് മോശയുടെ മടങ്ങി വരവും ജനത്തിന്റെ വിടുതലും ഒരുമിച്ച് നടത്തിയ ദൈവം. അതെ, ആവർത്തിച്ച് പറയട്ടെ, മോശേ മോശേ എന്ന് വിളിച്ച് ഹെറോബിൽ ഇറങ്ങി വന്ന് മോശയുടെ വിടുതലും ആമേൻ തിരികെ നടത്തലും ആമേൻ മടങ്ങി വരവും ജനത്തിന്റെ വിടുതലും ഒരുമിച്ച് നടത്തിയ കർത്താവ് ഇന്ന് ആമേൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. ആമേൻ, നീ എറിയപ്പെട്ട ചില സ്ഥാനത്ത് നിന്ന്, എനിക്കറിയത്തില്ല ഒരു മടങ്ങി വരവിനെ കുറിച്ച് ആമേൻ ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് ആമേൻ ലജ്ജ അനുഭവിച്ച ചില സമയങ്ങൾ, ഒന്ന് പരാജയപ്പെട്ടു പോയ തീരുമാനങ്ങളുടെ ചില സമയങ്ങൾ, രണ്ട് ആമേൻ ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു പോയ ചില അനുഭവങ്ങൾ. ആമേൻ തുടർന്ന് പറയുന്നു, ആമേൻ അവിടെ നിന്നൊരു മടങ്ങി വരവ്. ആമേൻ മടങ്ങി വരവിന് ഒത്തവണ്ണം, ഓ മടങ്ങി വരവിന് ആമേൻ പ്രാപ്തനാകും വിധത്തിൽ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുവെങ്കിൽ, ആമേൻ മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം അതേ ഈ പകലിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരിക. ഒരു മടങ്ങി വരവ് നിശ്ചയമായും ഉണ്ട്. നീ തകർന്നു പോകുവാൻ, നീ ഒടുങ്ങി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ആവർത്തിച്ചു പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്നു ഇത് ചില വ്യക്തികളുടെ മടങ്ങി വരവിന്റെ സമയമാണ്. ആമേൻ, ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സമയമാണ്. വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമായിരുന്നാട്ടെ. കാലാവസ്ഥ പ്രതികൂലമാണ്, ആമേൻ സാഹചര്യം ഒന്നും അനുകൂലമല്ല, എനിക്കറിയാം. എങ്കിലും ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കേണ്ടത് ആവശ്യമാണല്ലോ. ആമേൻ, പ്രാർത്ഥന ഒട്ടും കുറയ്ക്കേണ്ട, പ്രതീക്ഷ ഒട്ടും ചെറുതാകേണ്ട, വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ആവർത്തിച്ചു പറയും, ആമേൻ കർത്താവ് ഇന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കും. ഒരിക്കൽ കൂടി ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, ഒരു അത്ഭുതത്തെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം ഈ വൈകിയ വേളയിലും മതിയായവനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല വൈകിയ വേളയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ സഭയിൽ അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാനും അനുഭവിക്കുവാനും ഞങ്ങൾക്ക് അവസരം നൽകി. ഈ വൈകിയ വേളയിലും ഈ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ പട്ടണമധ്യത്തിൽ ഞങ്ങളായിരിക്കുന്നു. യേശുവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ ജനത്തെ അങ്ങ് ഒരുക്കിയാട്ടെ. ഇവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് ഈ വൈകിയ വേളയിൽ ഇവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. അങ്ങ് സംസാരിച്ചുവല്ലോ, ആമേൻ, ലജ്ജിക്കപ്പെട്ട ചില സമയങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും മാറും വിധത്തിൽ മടങ്ങി വരവിൻ്റെ അനുഭവങ്ങളെ ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി അടിയനങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, വചനത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ തക്കവണ്ണം ശരീരങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഈ വൈകിയ വേളയിലും താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ചലിക്കട്ടെ. എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഈ സമയം മാറിപ്പോകട്ടെ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിച്ച് കൊതിച്ചായിരിക്കുന്നവർ ദൈവശബ്ദം കേട്ട് അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ദൈവിക സമാധാനം
ആമേൻ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ, ലോകം സമാധാനത്തെ കവർന്നു, സന്തോഷങ്ങളെ നഷ്ടപ്പെടുത്തി ആ വേദനയിലും നിരാശയിലുമായിരിക്കുന്നവർ സ്വർഗീയ സമാധാനം ഈ വൈകിവേളയിൽ അനുഭവിക്കട്ടെ. പ്രതീക്ഷകൾക്കപ്പുറമായി ഇവർക്ക് വേണ്ടി സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. അതിലുപരിയായ യേശുവേ, ആഴമേറിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം അപ്പാ, അങ്ങയുടെ മക്കളായി മാറുന്ന, അങ്ങയുടെ സ്നേഹത്താൽ നിറയപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുന്ന ആഴമേറിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഈ വൈകിവേളയിൽ ജനത്തിന് മധ്യത്തിൽ വെളിപ്പെടട്ടെ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, അധികമായി കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, താങ്ക് യു ലോർഡ്. യേശുവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഇവർ അനുഭവിക്കട്ടെ. ദൈവിക വിടുതലുകൾക്കായി ഇവർ ഒരുങ്ങട്ടെ. ദേശം ദൈവിക വിടുതലുകൾക്കായി ഒരുങ്ങട്ടെ. ഈ കൂട്ടായ്മ നടക്കുന്ന സ്ഥലത്തിന് ചുറ്റും ദൈവിക സാന്നിധ്യം ചലിക്കട്ടെ. തേജസ് നിറഞ്ഞ ആലയത്തിൻ്റെ അനുഭവമായി ഞങ്ങളായിരിക്കുന്ന സ്ഥാനം മാറട്ടെ. അടിയനും അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. അങ്ങയുടെ അത്ഭുതങ്ങൾ കാണുന്ന കണ്ണുള്ളവനാക്കി അടിയനങ്ങ് തീർത്താട്ടെ. അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കരമുള്ളവനാക്കി അങ്ങ് തീർത്താട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ആ വാക്യം ഞാൻ വായിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇതാ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ആമേൻ. നോക്കൂ, ആ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ പുതിയത് ഒന്ന് ചെയ്യും. അർത്ഥാൽ കേട്ട് കേൾവി ഇല്ലാത്ത ഒന്ന് ദൈവം ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ലാത്തത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്തത് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യുവാൻ പോകുന്നു. അതെ, കേട്ട് കേൾവിയില്ലാത്തത്, കേട്ട് കേൾവിയില്ലാത്തത്. റാഥാര ഷിയാറത്തരെ ഷന്ധാരകന, നിന്റെ ജീവിതത്തിൽ കേട്ട് കേൾവിയില്ലാത്തത്, നിന്റെ ദേശത്തിൽ കേട്ട് കേൾവിയില്ലാത്തത്. റാഥാന ഷിയാറത്തരെ ഷന്ധാരകന. യേശുവിൻ നാമത്തിൽ കേട്ട് കേൾവിയില്ലാത്തതൊന്നും നിന്റെ കുടുംബത്തിനകത്ത് എൻ്റെ കർത്താവ് ചെയ്യുക. കേട്ട് കേൾവിയില്ലാത്തത് നിന്റെ തൊഴിലിടത്തിൽ കർത്താവ് ചെയ്യുക. കേട്ട് കേൾവിയില്ലാത്തത് നിന്റെ ശുശ്രൂഷയിൽ, കേട്ട് കേൾവിയില്ലാത്തത് നിന്റെ തലമുറകളുടെ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ ആശുപത്രിയിൽ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല, ആ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു കേട്ട് കേൾവിയില്ല. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ ആ വിധത്തിലൊന്ന് എൻ്റെ കർത്താവ് ചെയ്യുക. അവൻ നിന്റെ തലമുറകൾ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ ദൈവം കേട്ട് കേൾവിയില്ലാത്തത് ചെയ്ത് ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പുതിയത്. ആമേൻ. അർത്ഥാൽ കേട്ട് കേൾവി ഇല്ലാത്തത്. എന്താണ് കേട്ട് കേൾവി? നോക്കൂ, രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ കേട്ട് കേൾവിയുള്ള ഒരു അനുഭവത്തിൽ ഒരു സഹോദരി ആയിരിക്കുകയാണ്. ആ സഹോദരിയുടെ പ്രത്യേകത എന്താണ്? ആ സഹോദരിയുടെ ഒന്നാമത്തെ പ്രത്യേകത, അവൾ പ്രവാചക ശിഷ്യനായ ഒരു മനുഷ്യൻ്റെ ഭാര്യയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, അവിടെ പ്രവാചകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എലീശായെ കുറിച്ചാണ്. എലിയാവിൽ നിന്ന് ഇരട്ടി പങ്കിൻ്റെ അഭിഷേകം അധികാരപൂർവ്വം ചോദിച്ചു വാങ്ങിയ ഭക്തനായ എലീശ, എലീശായുടെ ശിഷ്യനായ ഒരു വ്യക്തിയുടെ ഭാര്യയായ ഒരു സ്ത്രീ, ഒരു സഹോദരി. എന്നാൽ അവളുടെ തൽസ്ഥിതി, അവൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പേര് രേഖപ്പെടുത്തുന്ന സമയത്ത് അവൾക്ക് അവളുടെ ഭർത്താവായ പ്രവാചക ശിഷ്യൻ മരണപ്പെട്ടു പോയ അവസ്ഥയിലാണ്. ഭർത്താവ് മരണപ്പെട്ടു പോയി എങ്കിലും മക്കളുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ചിലർ ആമേൻ സ്തോത്രം ഈ സമയം എനിക്കൊപ്പം ആയിരിക്കുമ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുള്ളത് ചിലതുള്ളത് കൊണ്ട് ഇന്നലകളിൽ സന്തോഷിച്ചവരാണ്. ആമേൻ. പലതും നഷ്ടപ്പെട്ടു. ആമേൻ. സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, പലതും നഷ്ടപ്പെട്ടു, പലതും നഷ്ടപ്പെട്ടവരാണ്. ആമേൻ. നന്മയായി തീരേണ്ട, സന്തോഷമായി അനുഭവിക്കേണ്ട, അനുഗ്രഹമായി തീരേണ്ട പലതും നഷ്ടപ്പെട്ടവരാണ്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചിലത് കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചിലത് കൂടെ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ ആമേൻ നമ്മുടെ ഒരു നാട്ടുംപുറത്തെ ഒരു ചിന്തയിലേക്ക്, ആമേൻ ഒരു കാഴ്ചയിലേക്ക് ഒന്ന് വന്നേ. ആമേൻ. ആ സ്ത്രീ നമ്മുടെ നാട്ടിൻ പുറത്താണെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. നമ്മളെല്ലാം പോയി സംബന്ധിച്ചു. ആമേൻ. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിച്ചു കാണണം. അത് കഴിഞ്ഞ് നമ്മൾ തിരികെ പോകുമല്ലോ. തിരികെ പോകുന്നതിന് മുമ്പ് എന്തായിരിക്കും ആ സ്ത്രീയോട് പറയുന്നത്? എന്തായാലും ആമേൻ സംഭവിക്കേണ്ടത് സംഭവിച്ചു. ആ മനുഷ്യൻ ആമേൻ നഷ്ടപ്പെട്ടു. നീ ഇനി കഴിഞ്ഞതിനെ കുറിച്ച് ഓർക്കേണ്ട, നിനക്ക് മക്കളുണ്ടല്ലോ. ആമേൻ സ്തോത്രം. ശ്രദ്ധിക്കണമേ, എന്ത് പറയും നമ്മൾ? നിനക്ക് മക്കളുണ്ടല്ലോ. ഈ സങ്കടത്തിന് ആമേൻ
അറുതി വരും. ആമേൻ. ഞങ്ങൾ ഒത്തിരി ഭവനങ്ങളിൽ വീടുകളിൽ കടന്നുപോയി പ്രാർത്ഥിക്കേണ്ടി വരുമ്പോൾ, മരണം നടന്ന ഭവനങ്ങളിലൊക്കെ കടന്നു ചെല്ലേണ്ടി വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നത് ഈ വിധത്തിലാണ്. ഞങ്ങളെപ്പോലെ തന്നെയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. ആമേൻ. പ്രതീക്ഷയ്ക്ക് വകയുണ്ടല്ലോ. ഈ മക്കളിൽ നിനക്ക് പ്രതീക്ഷ വയ്ക്കാം, മക്കളിൽ നിനക്ക് പ്രതീക്ഷ വയ്ക്കാം. എന്നാൽ അവിധത്തിൽ പ്രതീക്ഷ വയ്ക്കുവാൻ കഴിയാത്ത ചിലരും എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ. ശ്രദ്ധിക്കണമേ, ഇവിടെ അങ്ങനെ മക്കളിൽ പ്രതീക്ഷ വയ്ക്കാമെന്ന് നമ്മൾ പറയും. അവളും അവിധത്തിൽ, ആ സഹോദരിയും കേട്ട് കാണണം. മക്കളിൽ പ്രതീക്ഷ വച്ചോ, നിന്റെ ഈ അവസ്ഥയൊക്കെ മാറും, നിന്റെ ഈ കണ്ണുനീരൊക്കെ മാറും, നിന്നെ ഞങ്ങൾ ചിരിച്ചവളായി കാണും. ആമേൻ. ഈ ദുഃഖകാലം കഴിഞ്ഞു പോകും, സന്തോഷത്തിന്റെ സുദിനങ്ങൾ നിന്റെ ജീവിതത്തിലും ഉണ്ടാകും, നിന്റെ കലണ്ടറിലും നല്ല കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന നാൾ വരും. ആമേൻ. ഇങ്ങനെ പറഞ്ഞായിരിക്കാം ആ സഹോദരി ആശ്വസിപ്പിച്ചതും ആ സഹോദരി ആശ്വാസം കണ്ടെത്തിയതും. നമ്മളെല്ലാം അവിധത്തിൽ ആശ്വാസം കണ്ടെത്തുന്നവരാണല്ലോ. അങ്ങനെ ആശ്വാസം കണ്ടെത്തിയവരും. എന്നാൽ ദൗർഭാഗ്യവശാൽ ആമേൻ ആ സഹോദരി ഒരു വലിയ പ്രതിസന്ധിയിൽ പെട്ടുപോയി. ആമേൻ. ഒരു പ്രതിസന്ധി കഴിഞ്ഞതേ ഉള്ളൂ, ഭർത്താവ് മരണപ്പെട്ടു. രണ്ടാമത്തെ പ്രതിസന്ധി എന്താണ്? മിച്ചമുള്ള 2 മക്കളെ, അഥവാ ബാക്കിയായ 2 മക്കളെ കടക്കാർ ബാധ്യതയുടെ പേരിൽ പിടിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി നിൽക്കുന്നു. ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാനൊരു ദൂത് പറയട്ടെ. ആമേൻ. ബാധ്യത. ആമേൻ. സ്തോത്രം. ചിലർക്ക് ബാധ്യതപ്പെട്ടത് കൊണ്ട് ആ സഹോദരിയുടെ മക്കളെ അവർ പിടിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. ഇതുപോലെ ബാധിക്കപ്പെട്ട തലമുറകളെ കുറിച്ചോർത്ത് പലരും വിഷമിച്ച് ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്നുണ്ട്. പാരമ്പര്യത്തിന് ബാധിക്കപ്പെട്ട അടിപ്പെട്ടുപോയ തലമുറകൾ. ആമേൻ. പിശാച് തലമുറകളെ നോക്കി അവകാശം പറയുക, ഇതെന്റേതാണ്, ഇവൻ എന്റേതാണ്, ഇവൾ എന്റേതാണ്, ഇവളെ നിനക്ക് വിട്ടുതരത്തില്ല, ഇവനെ നിനക്ക് വിട്ടുതരത്തില്ല. അവിധത്തിലുള്ള പിശാചിന്റെ വാദമുഖങ്ങൾ കേട്ട് നിരാശയോടെ തളർന്നായിരിക്കുന്ന നിന്നെ നോക്കി വിളിച്ചു പറയട്ടെ, പൈശാചികമായ അവകാശവാദങ്ങളിൽ നിന്ന് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ തണലായി തണുപ്പായി കൂടെ നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ. അവരുടെ മേലുള്ള അവകാശവാദങ്ങളെ എൻ്റെ ദൈവം അഴിച്ചു കളയും. ആമേൻ. നോക്കൂ, വലിയൊരു പ്രതിസന്ധിയാണ്. ഒരുപക്ഷെ രോഗമായി ആയിരിക്കാം അവകാശവാദം വെളിപ്പെടുന്നത്, മറ്റെന്തെങ്കിലും. ആമേൻ. സാമ്പത്തികമായ ഇടപാടുകളാകാം, കൂട്ടുകെട്ടുകളാകാം, മദ്യമാകാം, മയക്കുമരുന്നാകാം, കലഹം, ഇങ്ങനെ പല പല വിഷയങ്ങളെ ചൊല്ലി ആമേൻ അവകാശവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. മന്ത്രവാദങ്ങളിലൂടെ അവകാശവാദങ്ങൾ തലമുറകളുടെ മേൽ വീഴാറുണ്ട്. അസൂയകളിലൂടെ തലമുറകളുടെ മേൽ അവകാശവാദങ്ങൾ വീഴുകയും എന്തിന് അവരുടെ വിദ്യാഭ്യാസം പോലും അവരുടെ ഭാവി പോലും ഇരുളടഞ്ഞു പോകുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാണുക മാത്രമല്ല, ലോകമനുഷ്യനെ പോലെ കണ്ടു മാറി നിൽക്കുക മാത്രമല്ല, പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ ആമേൻ സ്തുതിക്കുവാനും ഞങ്ങൾക്ക് അവസരം കർത്താവ് നൽകിയിട്ടുണ്ട്. കേൾക്കണമേ, അവിധത്തിൽ ബാധിക്കപ്പെട്ട ഒരു സഹോദരി ആമേൻ അവളുടെ മക്കൾ കടക്കാരാൽ പിടിക്കപ്പെട്ട് പോകുവാൻ പോകുന്നു. ആമേൻ. ആ അവസ്ഥയിൽ അവളുടെ കേട്ടുകേൾവിയാണ്, ആമേൻ, ഇനി എനിക്ക് മക്കളുമില്ല, ആമേൻ, ഇനി എനിക്ക് ഒന്നുമില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നുമില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കത്തില്ല. ചുരുക്കം ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ എനിക്കാകെയുള്ള പ്രതീക്ഷയായ എൻ്റെ മക്കളും നഷ്ടപ്പെട്ടു പോകും. ചില ദിവസങ്ങൾ ടാർജറ്റ് വെച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ, ഈ സീസൺ കഴിയുമ്പോൾ, ഈ കാലം കഴിയുമ്പോൾ, ഈ സമയം കഴിയുമ്പോൾ പ്രതീക്ഷയ്ക്ക് വക നൽകുവാൻ തക്കവണ്ണം ഇന്നലകളിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്നത് ഇന്ന് എന്നെ നിലനിർത്തുന്നത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന സഹോദരി സഹോദര, നിന്നെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ആ കേട്ടുകേൾവിക്ക് എൻ്റെ ദൈവം അറുതി വരുത്തി. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ കേട്ടുകേൾവിക്ക് എൻ്റെ ദൈവം അറുതി വരുത്തുന്ന പകൽക്കാലമാ. ആമേൻ. നീ കേട്ട് ആമേൻ പഴകിയ കാര്യമല്ല, പുതിയത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ആ സഹോദരിയുടെ ജീവിതത്തിൽ പുതിയൊന്ന് ചെയ്ത ദൈവം നിന്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാൻ പോകുക. നോക്കൂ, എത്ര ആമേൻ അനുഗ്രഹീതമായൊരു സാക്ഷ്യമാണ് ആ സഹോദരി ദൈവത്തിലൂടെ പ്രാപിച്ചെടുക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം തന്നെ 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സഹോദരിയുടെ മുറിക്കകത്ത് പുതിയതായൊരു പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു. അവളുടെ കേട്ടുകേൾവി എന്താണ്? എൻ്റെ മക്കളും എനിക്ക് നഷ്ടപ്പെടും, കടക്കാർ എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകും, ഞാൻ മക്കളില്ലാത്തവളായി തീരും, ഭർത്താവ് നേരത്തെ നഷ്ടപ്പെട്ടു, ഞാൻ ആരുമില്ലാത്തവളായി, ഞാൻ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവളായി ഞാൻ അലയേണ്ടി വരും. ആമേൻ. എന്നാൽ വചനം പറയുന്നു, പുതിയതൊന്ന് ദൈവം ചെയ്തു. ആമേൻ. ഓ സ്തോത്രം. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, പുതിയതൊന്ന് ദൈവം ചെയ്തു. എവിടെ? അവളുടെ മുറിക്കകത്ത്. ആമേൻ.
ആമേൻ, സ്തോത്രം. ആമേൻ. ശ്രദ്ധിക്കണമേ, അവളുടെ മുറിക്കകത്ത് ദൈവം പുതിയത് ഒന്ന് ചെയ്തു. ആ മുറിക്കൊരു പ്രത്യേകത കാണും. ആമേൻ. തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ രാത്രികളിൽ ഉറക്കം വരാതെ കരഞ്ഞ് തളർന്ന മുറിയായിരിക്കാം ആ മുറി. തൻ്റെ ബാധ്യതയെക്കുറിച്ചോർത്ത് തൻ്റെ മക്കളും ബാധിക്കപ്പെടുമല്ലോ എന്ന് ചിന്തിച്ച് കരഞ്ഞ് നിലവിളിച്ച് തളർന്ന മുറിയായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പ്രതീക്ഷയ്ക്കപ്പുറമായത് ആ മുറിക്കകത്ത് ദൈവം ചെയ്തു. നീ കരഞ്ഞുറങ്ങുന്ന മുറിക്കകത്ത്, നീ നിലവിളിക്കുന്ന മുറിക്കകത്ത്, നീ തലയിട്ടടിക്കുന്ന മുറിക്കകത്ത്, നീ മരണത്തിനായി അർദ്ധരാത്രികൾ എഴുന്നേറ്റിരിക്കുന്ന മുറിക്കകത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ബെഡ്റൂമിനകത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം തകർത്ത് കളയുവാൻ തക്കവണ്ണം, നിന്റെ കുടുംബ ജീവിതത്തെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ തക്കവണ്ണം പൈശാചിക വ്യാപാരങ്ങൾ വെളിപ്പെടുന്ന നിന്റെ മുറിക്കകത്ത്, നിന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന നിന്റെ മുറിക്കകത്ത്, ആമേൻ, സ്തോത്രം, അതേ നീ കരഞ്ഞു തളർന്ന ആ മുറിക്കകത്ത് എന്റെ ദൈവം പ്രവർത്തിക്കും. ആമേൻ. എത്ര പേർ വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? ആമേൻ, ഹല്ലേലൂയ. എന്റെ ദൈവം ആ മുറിക്കകത്ത് പ്രവർത്തിക്കും. ഇത് ഏറ്റവും സന്തോഷിപ്പിച്ചത് ആ സഹോദരിയുടെ ജീവിതത്തിലെ ആ ഒരു സന്ദർഭമാണ്. കാരണം അവൾ ഏറ്റവും കരഞ്ഞത് ആ മുറിക്കകത്തായിരിക്കണം. ഒരു സഹോദരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ മുറിക്കകത്തായിരിക്കും. ആമേൻ. നാണക്കേട് കൊണ്ട് പുറത്താരോടും പറയാൻ പറ്റത്തില്ല. ഇനി പറഞ്ഞാൽ തന്നെ ചൂഷണങ്ങൾക്ക് വിധേയമാകും. ഇനി ആമേൻ, സ്തോത്രം, നല്ലവരാരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലോ എന്നെങ്കിലും അവർ ശത്രുക്കളായി മാറിയാൽ ആമേൻ പറഞ്ഞത് ഗതികേടായി തോന്നും, തീർന്നു പോകും. ആമേൻ. അതറിയാമെന്നുള്ളത് കൊണ്ട് മാക്സിമം മുറിക്കകത്ത് കരയും. എവിടെ കരഞ്ഞുവോ അവിടെ തന്നെ മറുപടി നൽകുന്ന ഒരു ദൈവം. ആമേൻ, ഹല്ലേലൂയ. നീ എവിടെ കരഞ്ഞുവോ, നീ എവിടെ, ആമേൻ, സ്തോത്രം, അയ്യോ വേണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ജീവിതം വേണ്ടായിരുന്നു, ഇതിന്റെ പിന്നാലെ വരണ്ടായിരുന്നു എന്ന് നീ എവിടെ ചിന്തിച്ചുവോ എനിക്കറിയത്തില്ല. ആമേൻ. നീ നിന്റെ മുറിക്കകത്ത് ചിന്തിക്കുന്ന ചിന്തയെക്കുറിച്ച് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്. നീ ആമേൻ ചിന്തിച്ചെടുത്ത് ദൈവം നിനക്ക് വേണ്ടി കേട്ട് കേൾവിയില്ലാത്ത പുതിയതൊന്ന്, ആവർത്തിച്ചു പറയട്ടെ, കേട്ട് കേൾവിയില്ലാത്ത പുതിയതൊന്ന്, നീ കേട്ടിട്ടില്ലാത്തത്, ആമേൻ, നിന്റെ കുടുംബത്തിൽ ആരും കേട്ടിട്ടില്ലാത്തത്, നിന്റെ പരിചയക്കാരിൽ, ചാർച്ചക്കാരിൽ, ദേശവാസികളിൽ ആരും കേട്ടിട്ടില്ലാത്തതൊന്ന് എന്റെ ദൈവം പുതിയത്. ഓ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, സ്തോത്രം. നോക്കൂ, 4:6 വരുമ്പോൾ ആ പുതിയത് എന്താണ്? ആമേൻ. ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, അവൾ ഭയപ്പെട്ടത് അവളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു നിറവ് ആ മുറിക്കകത്ത് ദൈവം നൽകി. മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, പ്രിയ സഹോദരന്മാരെ, കേൾക്ക്. നിങ്ങൾ ഭയപ്പെടുന്നത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള നിറവ് നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ പോകുക. ആമേൻ. അർദ്ധരാത്രികൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ആമേൻ. നിന്റെ മുറിക്കകത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ പിടിപ്പെട്ടു പോകാതിരിക്കുവാൻ, നിന്റെ തലമുറകൾ പിടിപ്പെട്ടു പോകാതിരിക്കുവാൻ, നിന്റെ കുടുംബം അനാഥമായി തീരാതിരിക്കുവാൻ, നീ രോഗിയായി ആമേൻ മാറ്റപ്പെട്ടു പോകാതിരിക്കുവാൻ, ഓ റാധേരേ ഷധോനെ റാധേരേ ഷഖ റാധേരേ ഷന്ധാർഗന, യേശുവിൻ നാമത്തിൽ ഒഴിഞ്ഞതിനെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി, ഒഴിഞ്ഞതിനെ നിറയ്ക്കുന്ന ചില ശൂന്യതകളെ മാറ്റുന്ന, കടഭാരങ്ങളെ മാറ്റുന്ന, ഇല്ലായ്മകളെ മാറ്റുന്ന സമൃദ്ധി വെളിപ്പെടുന്ന വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ, സ്തോത്രം. എങ്ങനെയെന്നുള്ള ചോദ്യം മാറ്റിവെച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക. നിന്റെ ഇല്ലായ്മയെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്റെ കടഭാരത്തെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വർഷങ്ങളായി നീ ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ തീണ്ടപ്പടകലെ മാറിപ്പോകുന്ന ജയത്തെ തിരികെ പിടിച്ച് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതെ, കേട്ടുകേൾവിയില്ലാത്ത പുതിയതൊന്ന്. നിന്റെ കേട്ടുകേൾവി എന്താ? കടപൂട്ടി നീ വീട്ടിലിരിക്കും. നിന്റെ കേട്ടുകേൾവി എന്താ? നിന്റെ ബിസിനസ് നശിച്ചു പോകും. നിന്റെ കേട്ടുകേൾവി എന്താ? നിന്റെ ജോലി നഷ്ടപ്പെട്ടു പോകും. കേട്ടുകേൾവി എന്താ? കുടുംബം തകർന്നു പോകും. കേട്ടുകേൾവി എന്താ? നല്ലതൊന്നും സംഭവിക്കത്തില്ല. കേട്ടുകേൾവി എന്താ? ഞാൻ ഒതുങ്ങിപ്പോകും, ഞാൻ ഒതുക്കപ്പെട്ടു പോകും, ഞാൻ പ്രയോജനപ്പെടത്തില്ല, എനിക്ക് പ്രയോജനപ്പെടുവാൻ കഴിയത്തില്ല. കേൾക്ക്, കേട്ടുകേൾവിയല്ല, ഇന്ന് രാത്രിയിൽ പുതിയതൊന്ന് ദൈവം ചെയ്യുക. ഓ, താങ്ക് യു ലോർഡ്. പുതിയത്. ആമേൻ. ദേശത്തിൽ പുതിയത് ചെയ്യുവാൻ വേണ്ടി എന്റെ ദൈവം നിന്നെ കണ്ട സമയമാണ് ഈ വൈകിയ വേള. ആമേൻ. നിന്റെ കുടുംബത്തിനകത്ത് പുതിയതൊന്ന് ചെയ്യുവാൻ വേണ്ടി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് പുതിയതൊന്ന് ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, സഹോദര നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, സഹോദരി നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് പുതിയത് ഒന്ന് ചെയ്യുവാൻ വേണ്ടി എന്റെ ദൈവം തിരഞ്ഞെടുത്ത സമയത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഓ,
സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ ആ പുതിയ പ്രവൃത്തിയുടെ ആമേൻ ആ മഹത്വം എത്ര വലിയതെന്ന് ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആമേൻ. ഒഴിഞ്ഞത് നിറയ്ക്കുന്ന പുതിയ പ്രവൃത്തി. ആമേൻ. ഹല്ലേലൂയ. വീട്ടിൽ പോയിട്ട് ആമേൻ ശൂന്യമായ അനുഭവങ്ങളെ ആമേൻ മുൻനിർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഒഴിഞ്ഞതിനെല്ലാം അങ്ങ് നിറയ്ക്കണമേ. ഇന്നത്തെ ശൂന്യതകളെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇന്നത്തെ ഇല്ലായ്മകളെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. പുതിയത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പുതിയത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പുതിയത് സംഭവിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അടിമത്വം എന്ന അവളുടെ ഭയപ്പാട് മാറിപ്പോയി. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഈ വൈകിയവേളയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചായിരിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് നിനക്കുള്ളതിനെ, നിനക്കൊപ്പമുള്ളതിനെ അടിമയാക്കുവാൻ ഒരു മനുഷ്യനും ഒരു പിശാചിനും എൻ്റെ ദൈവം അവസരം കൊടുക്കത്തില്ല. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകൾ പിശാചിനുള്ളതല്ല, നിന്റെ മക്കൾ പിശാചിനുള്ളതല്ല, നിന്റെ ഭർത്താവ് പിശാചിനുള്ളതല്ല, നിന്റെ നന്മകൾ പിശാചിനുള്ളതല്ല, നിന്റെ പ്രിയപ്പെട്ടവർ പിശാചിനുള്ളവരല്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. അടിമത്വത്തെ ആമേൻ മാറ്റിക്കളയുന്ന നിറവ്. ആ വാക്യം വായിക്കുമ്പോൾ തുടർന്ന് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. ആ പുതിയത് അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അത് ഇപ്പോൾ സംഭവിക്കും. ആമേൻ. സ്തോത്രം. അത് ഇപ്പോൾ ഉത്ഭവിക്കും. അർത്ഥാൽ കാത്തിരിപ്പിന് അറുതിയാകുവാൻ തക്കവണ്ണം അത് ഇപ്പോൾ സംഭവിക്കും. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിരിക്കുന്ന മറ്റൊരു സഹോദരിയെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആ സഹോദരിയെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മുഖപുരകൾ ഇല്ലാതെ പരിചിതയായ ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ പേര് ഹാഗർ എന്നാണ്. എന്താണ് ഹാഗറിന്റെ പ്രത്യേകത? ഒരു പക്ഷേ ഒരു സൺഡേ സ്കൂൾ കുഞ്ഞ് അവൻ പഠിച്ചൊരു സ്റ്റോറി പോലെ പറഞ്ഞു തരും. എന്നാൽ ഒരു ആത്മീയ മനുഷ്യനായി എൻ്റെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തിയ ഒത്തിരി ആമേൻ ആമേൻ മർമ്മങ്ങൾ അടങ്ങിയ ഒരു ജീവിതമാണ് ഹാഗറിന്റെ ജീവിതം. ഹാഗർ ഒരു അടിമയായിരുന്നു എന്ന് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മിസ്രയീമിൽ ആമേൻ ജനിച്ചു വളർത്തപ്പെട്ട് ആമേൻ അബ്രഹാമിന്റെ ഭവനത്തിൽ അടിമയായി അടിമവേല ചെയ്യുവാൻ വിധിക്കപ്പെട്ടൊരു സ്ത്രീയായിരുന്നു ഹാഗർ. എന്നാൽ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഹാഗറിന്റെ ജീവിതത്തിൽ ഒരു ആമേൻ അത്ഭുതം സംഭവിക്കുന്നു. അല്ലെങ്കിൽ അവൾ പ്രതീക്ഷിക്കാത്തൊരു നന്മയുടെ അനുഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടായി. എന്താണ്? അബ്രഹാം എന്ന യജമാനന്റെ ജീവിതത്തിൽ അവൾക്കൊരു സ്ഥാനമുണ്ടായി. ആമേൻ. വളരെ സന്തോഷകരമായ ഒരു അനുഭവം. പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ സാധ്യതയില്ലാത്തതൊന്ന് ആ സ്തോത്രം ഹാഗറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒരു സാധ്യതയുമില്ലാത്തൊരു കാര്യം ഹാഗറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. പലപ്പോഴും പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ കൈവരും. ആമേൻ. നമ്മളത് പലപ്പോഴും മറന്നു കളയാറുണ്ട്. ആമേൻ. ഇന്ന് ഈ വൈകവേളയിൽ വിളിച്ചു പറയട്ടെ, നമ്മൾ ആമേൻ സ്തോത്രം മറന്നു കളഞ്ഞ ആമേൻ ഒത്തിരി പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ജീവിതം. ആമേൻ. അർത്ഥം നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറമായി പലപ്പോഴും ദൈവം നമ്മെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമായി ദൈവം പലപ്പോഴും നമ്മെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർത്തെടുത്ത് പറയുവാൻ അവിധത്തിലുള്ള 100,000 അനുഭവങ്ങൾ കാണും. ആമേൻ. എൻ്റെ പ്രതീക്ഷകൾക്കും എൻ്റെ ആഗ്രഹങ്ങൾക്കും അപ്പുറമായി ഒരു ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് പോലെ ദൈവം ചില സ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ടേയിരിക്കുന്നു. ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏതൊരു ഭക്തനും തിരിഞ്ഞു നോക്കിയാൽ, മറവിയുടെ കണ്ണട ഊരിവെച്ച് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കത് കാണുവാനായി കഴിയും. അവിധത്തിൽ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് അബ്രഹാമിൻ്റെ ആമേൻ പങ്കാളിയാകുവാൻ ഹാഗറിന് അവസരം ലഭിച്ചു. ഭാഗ്യവതിയായ സ്ത്രീ എന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞു കാണണം. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒപ്പമുള്ളവർ പറയും ഭാഗ്യവാൻ, ഭാഗ്യവതി. നമുക്കും അത് സന്തോഷമാണ്, അനുഗ്രഹമാണ്. പലപ്പോഴും ആ പറഞ്ഞവർ തന്നെ തിരുത്തി പറയാറുണ്ട്, നമ്മെ കരയിപ്പിക്കാറുമുണ്ട്. നമ്മൾ തന്നെ വിലപിച്ച് പറയാറുണ്ട്, അയ്യോ അതൊരു ഭാഗ്യമായിരുന്നു, അതൊരു ശാപമായിരുന്നു. ഇന്നലകളിൽ ഭാഗ്യമെന്ന് പറഞ്ഞതിനെ ശാപമെന്ന് പറഞ്ഞ് കരഞ്ഞായിരിക്കുന്ന ചിലരുണ്ട്. കേൾക്ക്, ആ ശാപമെന്ന് നീ പറയുന്നതിന് നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ മാറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാക്കി മാറ്റി തരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നീയായിരിക്കുന്നു. ആ ദൈവം കേട്ടുകേൾവിയില്ലാത്ത പുതിയതൊന്ന് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാനായി പോകുന്നു. നോക്ക്,
ഹാഗർ കരയേണ്ടി വന്ന അവസ്ഥ എന്താണ്? ഭാഗ്യം നിർഭാഗ്യമായി മാറി. ആമേൻ. ഒരു സമയത്തെ ഭാഗ്യം, ഒരു സമയത്തെ നല്ലത്, ഒരു സമയത്തെ അനുഗ്രഹം, ആമേൻ, സ്തോത്രം, അതൊരു ശാപമായി അല്ലെങ്കിൽ നിർഭാഗ്യമായി മാറുന്ന അവസ്ഥ നിങ്ങളിൽ പലരും അനുഭവിക്കുന്നത് പോലെ. ആമേൻ. ഒരു കുറുങ്കാട്ടിൽ തൻ്റെ മകനെ കൊണ്ട് ഇട്ടിട്ട് അവൻ്റെ മരണം കാണുവാൻ വയ്യ. യേശുവേ, ദൈവമേ, എൻ്റെ കൺമുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ട് അവൻ്റെ മരണം കാണുവാൻ വയ്യ, വേഗത്തിൽ അവൻ്റെ പ്രാണനെ ഒന്ന് എടുക്കണമേ. ഉള്ളിനകത്തൊരു നീറ്റൽ, ഈ വിളി ആയിരിക്കത്തില്ല പുറത്തു വരുന്നത്. യേശുവേ, ദൈവമേ, നീ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പ്രവർത്തിക്കുവാൻ പറ്റുന്ന അവസാനത്തെ സമയമാണിത്. ഇതിനപ്പുറം നിനക്കൊരു പ്രവൃത്തിയില്ല. ആരോ കരയുന്നുണ്ട്, ഇനിയും എനിക്ക് കാത്തിരിക്കുവാൻ വയ്യ, ഇനിയും എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിനക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കുക. നീ കരഞ്ഞു മടുത്തോ? ഇനി നിന്റെ മുൻപിൽ മരണം മാത്രമേ ഉള്ളൂ. ഇനി നിന്റെ മുൻപിൽ നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ലയോ? ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നുവോ? കേൾക്ക്, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. ആമേൻ, ഹല്ലേലൂയ. ഹാഗറിന് വേണ്ടി കേട്ടുകേൾവിയില്ലാത്തതൊന്ന് ചെയ്ത എന്ത് സംഭവിക്കുമെന്ന്. ആമേൻ. അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം, ഹാഗറിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ബർഷേബ മരുഭൂമിയിൽ, ആ മരുഭൂമിയിലേക്ക് ഇറക്കി വിടുമ്പോൾ അബ്രഹാം എന്ന മനുഷ്യൻ ഒരു കാലത്ത് തൻ്റെ ഭാഗ്യമായി താൻ കണ്ടവൻ, ആമേൻ, അബ്രഹാം ഒരു തുരുത്തിയിൽ വെള്ളവും കൊടുത്തു, ഈ കൊച്ചിനെയും എടുത്തൊക്കെ തിരുത്തി കൊടുത്തു. ആമേൻ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ചുമക്കാൻ പറ്റുന്ന അത്ര വെള്ളം പോലുമില്ല, കുറച്ച് വെള്ളം മാത്രം, ഒപ്പം ഈ കുഞ്ഞിൻ്റെ ഭാരവുമുണ്ട്. ഇത് രണ്ടും കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അബ്രഹാം ഉൾപ്പെടെ കൂട്ടം കൂടി നിന്ന സകലർക്കും അറിയാം, ഈ മരുഭൂമിയിൽ അധികം ഇവൾ മുൻപോട്ട് പോകത്തില്ല, ഈ മരുഭൂമിയിൽ ഇവൾ നഷ്ടപ്പെട്ടു പോകും, ഈ മരുഭൂമിയിൽ ഇവൾ മരിച്ചു പോകും, ഈ മരുഭൂമിയിലായിരിക്കും ഇവളുടെ അവസാനം. മിസ്രീമിയ ദാസിയായി വന്ന ഇവൾ ഊരും പേരുമില്ലാത്ത, ആളറിയാത്ത സ്ഥാനത്ത് അവസാനിച്ചു പോകും. അതാണ് കേട്ടുകേൾവി. ആമേൻ. എന്നാൽ കേട്ടുകേൾവികളെ കെട്ടുകഥകളാക്കുന്ന ഒരു ദൈവം, ആമേൻ, ഹാഗറിന്റെ കണ്ണുനീർ കാണുവാൻ ഉയരത്തിലുണ്ടായിരുന്നു. ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ കേട്ടുകേൾവികളെ കെട്ടുകഥയാക്കുന്ന ഒരു ദൈവം നിന്റെ കണ്ണുനീർ കാണുവാൻ ഉയരത്തിലുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക. പുതിയത് ഹാഗറിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ഈ രാത്രിയിൽ പ്രവർത്തിക്കും. ഇതാണ് ആ അത്ഭുതത്തിന്റെ സമയം, ഇതാണ് ആ പുതിയത് നീ അനുഭവിക്കുവാൻ പോകുന്ന സമയം. ഇനി മരണം മാത്രമേ ഉള്ളൂ, ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, ഇനി പ്രതീക്ഷിക്കുവാൻ യേശുവിൻ നാമത്തിൽ. എനിക്കറിയത്തില്ല ആരുടെയൊക്കെ ജീവിതത്തിൽ, ആമേൻ, ഇനി മുൻപോട്ട് പോകുവാൻ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് ഉറവയെ യേശുവിൻ നാമത്തിൽ. നോക്കൂ, കെട്ടുകേൾവിയില്ലാത്തത് അഥവാ, ആമേൻ, ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് കണ്ട സ്ഥാനത്ത്, ആമേൻ, ഹാഗറിന് വേണ്ടി ദൈവം ഒരു ഉറവയെ തുറന്നു കൊടുത്തു. 21:19. ആ ഉറവയുടെ പ്രത്യേകത എന്താണ്? അത് ഇന്നും വറ്റാത്തതാണ്. അർത്ഥാൽ അത് ഫ്രഷ് ആണ്, പുതിയതാണ്. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ചില പുതിയ ഉറവകളെ ദൈവം തുറന്നു തരിക. ആമേൻ, സ്തോത്രം. ആമേൻ. സാമ്പത്തികമായ ചില പുതിയ ഉറവയുടെ അനുഭവങ്ങളെ ഉള്ളത്, ആമേൻ, വറ്റി വരണ്ട അനുഭവത്തിൽ കേൾക്കുന്ന ചിലരുണ്ട്. ആമേൻ. നിങ്ങളോട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ചില പുതിയ ഉറവകളെ നിന്റെ പ്രതീക്ഷകൾക്കപ്പുറമായി ഉയരത്തിൽ നിന്ന് എന്റെ ദൈവം തുറന്ന് യേശുവിൻ നാമത്തിൽ പുതിയ ഉറവകൾ, നിന്റെ അനുഭവങ്ങൾക്കും നിന്റെ എക്സ്പീരിയൻസിനും അപ്പുറമായ പുതിയ ഉറവകളെ എന്റെ ദൈവം തുറന്നു തരുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ. ആ ഉറവയുടെ പ്രത്യേകത അതിന്നും വറ്റിയിട്ടില്ല. ആമേൻ. അബ്രഹാമിന്റെ മുൻപിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട, അബ്രഹാമിൽ നിന്ന് ഉപേക്ഷ അനുഭവിച്ച, ഒഴിവാക്കപ്പെട്ട ഹാഗറിന് വേണ്ടി അവളുടെ സകല പ്രതീക്ഷകളും അസ്തമിച്ച സ്ഥാനത്ത് ദൈവം തുറന്നു കൊടുത്ത, ആമേൻ, ഇനി മുൻപോട്ടില്ല എന്ന് ചിന്തിച്ച് കരഞ്ഞ മാത്രയിൽ തുറന്നു കൊടുത്ത ആ ഉറവ, ആമേൻ, ഇന്നും വറ്റിയിട്ടില്ല, തീർന്നില്ല. 21:21 വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ഉറവ തൻ്റെ, ആമേൻ, ഒക്കത്തിരുന്ന് മരണത്തിലേക്ക് എടുത്തെറിയപ്പെട്ട തലമുറയെ വളരുമാറാക്കി. ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി പറയട്ടെ, തൻ്റെ ഒക്കത്തിരുന്ന്, ആമേൻ, ഇനി എനിക്ക് അടുത്ത മരണം കാണണ്ട, ദൂരെ കിടന്ന് ചാകട്ടെ എന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞ, ആമേൻ, ആ തലമുറ ഒരു വില്ലാളിയായി വളരുവാൻ കാരണമായി മാറി. ആമേൻ, ഹല്ലേലൂയ. ചിലതൊന്നും നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നശിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം ഉറവകളെ ദൈവം തുറന്നു തരുന്ന ആ ഉറവ ഈ വൈകിയവേളയിൽ തുറന്നു വരിക. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ആ ഉറവയെ എൻ്റെ ദൈവം തുറന്നു തരിക. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ,
ആ ഉറവ തുറന്നു വരുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നോക്കൂ, എവിടെയാണോ ആമേൻ ഈ കുഞ്ഞ് ഇനി മരിക്കുവാനുള്ളവനാണ്, ഈ കുഞ്ഞിനി ഒരിക്കലും ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ് ആമേൻ ഹാഗർ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്, അവിടെ തന്നെ ഹാഗർ വളർന്നു. എന്ന് വെച്ചാൽ ആ മരുഭൂമിയെ ആമേൻ സ്തോത്രം ഇസ്മായേൽ എന്ന ഹാഗറിന്റെ മകന് വളരുവാൻ തക്കവണ്ണമുള്ള ആ അനുഭവമാക്കി, ആ എൻവയോൺമെന്റ് ആക്കി ദൈവം മാറ്റി. ഇന്ന് ഈ വൈകവേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ആമേൻ ഭയപ്പെടുന്നത് ചില സാഹചര്യങ്ങളെ ആകാം, നിങ്ങളുടെ കുടുംബമായിരിക്കുന്ന ചില അവസ്ഥകളെ ആകാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ചില ചുറ്റുപാടുകളെ ആകാം. എന്നാൽ കേൾക്ക്, അവിടെ അവരെ വളർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദുഷ്ടമനുഷ്യരുടെ മധ്യത്തിൽ, ഓ ഷാറേതേനെ, ആരെയും ജീവിക്കുവാൻ അനുവദിക്കാത്ത ആ ദേശത്തിൽ സഹോദരി, നിന്നെ വളർത്തുവാനും നിന്നെ വലുതാക്കുവാനും കഴിവുള്ള ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറകളെ നിലനിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിനക്കൊരു നിലനിൽപ്പ് സാധ്യമാക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതേ മരുഭൂമിയിൽ തന്നെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആവർത്തിച്ച് പറയട്ടെ, ആമേൻ സ്തോത്രം. ദൈവം ആ ഹാഗറിനോട് പറഞ്ഞില്ല, ഹാഗറെ നീ എഴുന്നേറ്റോ, ആ കുഞ്ഞിനെയും എടുത്തോ, എവിടെയെങ്കിലും നിനക്ക് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. നോ നോ നോ, നീ എവിടെ ഏറ്റവും അധികം കരഞ്ഞുവോ അവിടെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എവിടെ നീ ഏറ്റവും അധികം മരണത്തിനായി നിലവിളിച്ചുവോ അവിടെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ രാധാശക, എവിടെയാണോ നിന്റെ നിലവിളിയുടെ ശബ്ദം ഉയർന്നത്, എവിടെയാണോ നീ അപമാനിക്കപ്പെട്ടത്, എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നീ ഇടറി വീണത്, എവിടെയാണോ നീ ഉപേക്ഷിക്കപ്പെട്ടത്, എവിടെയാണോ ലോകം നിന്റെ മരണവും തകർച്ചയും പരാജയവും പ്രതീക്ഷിക്കുന്നത്, അവിടെ നിന്നെ ജയാളിയാക്കുന്ന ഒരു ദൈവമുണ്ട്. വില്ലാളിയായി ഇസ്മായേലിന് വളരുവാൻ തക്കവണ്ണം സാഹചര്യങ്ങളെ ഒരുക്കിയ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിപ്പോൾ ആമേൻ ഉത്ഭവിക്കും. ഒരിക്കൽ കൂടി ആവർത്തിച്ച് സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, സഹോദര സഹോദരി, അതിപ്പോൾ ആമേൻ വളരുവാനുള്ള അനുഭവം ഇപ്പോൾ ആമേൻ സ്തോത്രം ഉത്ഭവിക്കുക. വളരുമാറാക്കുന്ന അനുഭവം ഇപ്പോൾ ഉത്ഭവിക്കുക. നോക്കൂ, അതേ വാക്യത്തിൽ തന്നെ ഒരു പിതാവായി എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം അവിടെ കാണുവാൻ കഴിയും. നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായി കഴിയും. എന്താണ്? ആമേൻ ഹാഗർ ആമേൻ ഇസ്മായേൽ വളർന്നപ്പോൾ അവന് ആമേൻ സ്തോത്രം ഒരു ഭാര്യയെ കൊണ്ടുവന്നു കൊടുത്തു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ആമേൻ മക്കളുള്ള മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വേദന ഇന്ന് എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ സ്തോത്രം, മക്കളുടെ ജീവിതത്തിൽ ഒരു പരിധി കഴിഞ്ഞ് ഇടപെടുവാൻ കഴിയാത്ത അവസ്ഥ. മക്കൾക്ക് വേണ്ടി പലതും ചെയ്യണമെന്ന് ഒത്തിരി മാതാപിതാക്കൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ കരയുന്ന ചിലർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആമേൻ. എൻ്റെ മക്കൾക്ക് വേണ്ടി പലതും ചെയ്യണം, അവരെ ഇന്ന നിലയിലെത്തിക്കണം, അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഭാവി ഉണ്ടാക്കണം, അവർ ഇന്ന കരിയർ അവർ അച്ചീവ് ചെയ്യുന്നത് എനിക്ക് കാണണം, അവർ ഇന്ന നിലയിലെത്തുന്നത് എനിക്ക് കാണണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആമേൻ, അത് വെറും ആഗ്രഹം മാത്രമായി മാറി സങ്കടപ്പെട്ടായിരിക്കുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട്. ആമേൻ. എന്നാൽ കേൾക്കണമേ, ആമേൻ ഹാഗറിന് വേണ്ടി ആമേൻ പ്രവർത്തിച്ച ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ എന്തുണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആവർത്തിച്ച് പറയട്ടെ, ആമേൻ അവരുടെ ഇഷ്ടമല്ല, ലോകത്തിന്റെ ഇഷ്ടമല്ല, പിശാചിന്റെ ഇഷ്ടമല്ല, നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്റെ ഇഷ്ടങ്ങൾ നടക്കും. ആ മരുഭൂമിയിൽ ഹാഗർ ഇസ്മായേലിന് വേണ്ടി ആമേൻ ഒരു വിവാഹം കൊണ്ടുവന്നുവെങ്കിൽ, ഓ സ്തോത്രം, ആരോടുള്ള ദൂത ആമേൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. നിന്റെ തലമുറ നീ ആഗ്രഹിക്കുന്നത് പോലെ, നിന്റെ തലമുറ നീ സ്വപ്നം കാണുന്നത് പോലെ അവർക്ക് നല്ലതായുള്ള വിവാഹത്തിലേക്ക്, അവർക്ക് നല്ലതായുള്ള മുൻപോട്ടുള്ള ജീവിതത്തിലേക്ക് നിന്റെ കരം പിടിച്ചിറങ്ങുവാൻ, ഓ യാസ്, ഒറ്റയ്ക്കല്ല, നിന്റെ കരത്തെ തട്ടി ഇറങ്ങിയിട്ടല്ല, നിന്നെ മാറ്റി നിർത്തിയിട്ടല്ല, നിന്റെ കരം പിടിച്ച് യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ആവർത്തിച്ചു പറയട്ടെ, അത് കുഞ്ഞാകട്ടെ വലുതാകട്ടെ, യാസ്, ഓ രാധരേ ഷാറോധരേ ഷാന്താരകല, അത് മുട്ടിലിഴയുന്ന കുഞ്ഞാകട്ടെ, പ്രായമേറിയ കുഞ്ഞാകട്ടെ, ആമേൻ, അവരുടെ ജീവിതത്തിൽ നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം. ഓ ഷാറേ ധരേ ആമേൻ. എന്താണ് ഇഷ്ടം? ആമേൻ സ്തോത്രം. പലപ്പോഴും ഒരു ചിന്ത വരാം. ആമേൻ. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഈ ഹാഗറിന്റെ ജീവിതത്തിൽ ഇതേ പ്രതിസന്ധി മുമ്പൊരിക്കലും വന്നതാണ്. ആമേൻ. ഒരുപാട് സങ്കടം വന്നപ്പോൾ ഒരിക്കൽ ഹാഗർ എല്ലാം പോട്ടെ എന്ന് പറഞ്ഞ് വാരിക്കെട്ടി ഇറങ്ങിയതാണ്. അന്ന് ദൂതൻ വഴിവക്കൽ വെച്ച് തടഞ്ഞു നിർത്തി ഹാഗറിനെ പറഞ്ഞ് തിരികെ അയച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ വലിയവനാകും. ആമേൻ. ഇവനിൽ നിന്നൊരു വംശം പുറപ്പെട്ടു വരും. ആമേൻ. ഹാഗറെ, നീ ഓടി ഒളിക്കുവാൻ ആമേൻ സ്ഥലം അന്വേഷിക്കുന്ന നിന്റെ ഉദരത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞുണ്ടല്ലോ,
ഇവൻ വലിയവനാകും. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളുണ്ട്, തലമുറകളെ കുറിച്ച് കേട്ട വാഗ്ദത്തങ്ങളുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് കേട്ട വാഗ്ദത്തങ്ങളുണ്ട്. ഓ റാധേരേ ഷന്ധാരകന, നിങ്ങളുടെ വിശ്വാസ പിതാക്കന്മാർ നിങ്ങളോട് വിളിച്ചു പറഞ്ഞ, പ്രിയ മക്കളെ എന്ന നിലയിൽ നിങ്ങളോട് വിളിച്ചു പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. അത് നിറവേറുവാൻ പോകുക. അതിലൊന്നും നഷ്ടപ്പെട്ടു പോകുവാൻ, നിങ്ങളുടെ തലമുറകളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ. നിനക്ക് വേണ്ടി നിശ്ചയമായും എൻ്റെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ, സ്തോത്രം. അത് ഇപ്പോൾ ഉത്ഭവിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇനി മുൻപോട്ട് ഇല്ല എന്ന് ചിന്തിച്ച് ഉറപ്പിക്കുന്ന സമയത്ത് നിശ്ചയമായും അത് ആമേൻ ഉത്ഭവിക്കുക തന്നെ ചെയ്യും. നോക്കൂ, അതേക്കുറിച്ച് താഴേക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, മരുഭൂമിയിൽ ഒരു വഴിയായി അത് തുറന്നു വരുന്നു. മരുഭൂമിയുടെ വഴി മീൻസ് പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, അഥവാ സാധ്യതയില്ലാത്തടത്ത്, ഒരു രക്ഷയും ഇല്ല എന്ന് പറയുന്നിടത്ത് ആമേൻ ദൈവം വഴി തുറന്നു തരും. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആമേൻ അതേക്കുറിച്ച് ബോധമുള്ളവർക്ക് മനസ്സിലാകും, വഴി തുറന്നു കിട്ടുന്നത് മരുഭൂമിയിലാണെങ്കിൽ തുറന്നു കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ്? പകൽ മുഴുവൻ കത്തിക്കാളുന്ന വെയിൽ, ആമേൻ, കാല് വയ്ക്കുവാൻ കഴിയത്തില്ല, ഒരു പച്ചപ്പുല്ല് പോലും പൊടിക്കാത്ത അനുഭവമുള്ള സ്ഥാനം. ആമേൻ. രാത്രിയാണെങ്കിൽ ആമേൻ കുറ്റിരുട്ടും തീർന്നില്ല, കഠിനമായ തണുപ്പും. ആമേൻ. ക്ഷുദ്രജീവികളും ആമേൻ വിഷമുള്ള ജീവികളും പാറപ്പൊത്തുകളിൽ നിന്നും ആമേൻ മറ്റു മറവിടങ്ങളിൽ നിന്നും പുറത്തു വരുന്ന സമയമുള്ള മരുഭൂമി. ആ മരുഭൂമിയിൽ എങ്ങനെ മുൻപോട്ട് പോകുവാനായി കഴിയും? പലരും ഭാരത്തോടെ പറയുന്നുണ്ട്, ദൈവദാസനെ, ഇന്നലകളിൽ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്, ഒത്തിരി കഷ്ടപ്പെട്ടതാണ്, അവിധത്തിലുള്ള വഴികൾ തുറന്നു കിട്ടിയിട്ടുണ്ട്, പക്ഷേ കിട്ടിയത് മരുഭൂമിയിലാണെന്ന് മാത്രം. ആമേൻ. കത്തിക്കാളുന്ന വെയിലായതുകൊണ്ട് കാൽ വയ്ക്കുവാൻ ഒരു നിവർത്തിയില്ല. വഴിയുണ്ടോ? വഴിയുണ്ട്, പക്ഷേ അതിനെ നടക്കുവാൻ കഴിയുന്നില്ല. ആ വഴിയെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല. ആ വഴിയെ സന്തോഷമായി മുന്നേറുവാൻ കഴിയുന്നില്ല. മരുഭൂമിയാണല്ലോ, എന്ത് ചെയ്യുവാൻ കഴിയും? എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഭക്തരായതുകൊണ്ട്, ഈ വൈകിയ വേളയിൽ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, അவ்விധത്തിൽ ദൈവം മരുഭൂമിയിൽ ആമേൻ വഴി തുറന്നൊരു ജനത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ കത്തിക്കാളുന്ന വേനലിൽ അവർ തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം വഴി തുറന്നു കൊടുക്കുക മാത്രമല്ല, പകൽ മേഘസ്തംഭമായി ആടുന്നു. നീ ഭയപ്പെടുന്ന മരുഭൂമിയുടെ അനുഭവത്തിൽ നീ തകർന്നു പോകാതിരിക്കുവാൻ പകൽ മേഘസ്തംഭമായി എൻ്റെ ദൈവം നിനക്കൊപ്പം. അർദ്ധരാത്രിയിലെ കൊടുന്തണുപ്പിൽ നീ വിറച്ചു മരിച്ചു പോകാതിരിക്കുവാൻ, പാറപ്പൊത്തുകളിൽ നിന്ന് പുറത്തു വരുന്ന ക്ഷുദ്രജീവികളുടെ ആക്രമത്താൽ വിഷം തീണ്ടപ്പെട്ട് നീ മരണപ്പെട്ടു പോകാതിരിക്കുവാൻ രാത്രിയിൽ അഗ്നി തൂണായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. സാഹചര്യം പ്രതികൂലമാക്കുമ്പോൾ അനുകൂലമാക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവം. പകൽ കത്തിക്കാളുന്ന വെയിലാണെങ്കിൽ മേഘം കൊണ്ട് വേനലിനെ മറയ്ക്കുന്ന ഒരു ദൈവം, മേഘ കുടപിടച്ചു തരുന്ന ഒരു ദൈവം, നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവം. രാത്രിയിൽ അർദ്ധരാത്രിയിൽ കൂരിരുട്ടിന് പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം അഗ്നി സ്തംഭമായി നിന്റെ മുൻപേ നടക്കുന്ന ദൈവം. ഇന്ന് ഈ സമയം വിളിച്ചു പറയട്ടെ, ഈ വഴിയാത്രയിൽ നീ തകർന്നു പോകുവാൻ, ഈ വഴിയിൽ നിന്റെ യാത്ര അവസാനിച്ചു പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഓ ഷേറേ ധേരേ ഷഖുറാധാര ഷിയാറധരേ ഷന്ധാരകനോ ദീപൽ ബൗഡ ഷന്ധോരകൻ. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഈ മരുഭൂമിയിൽ നീ ഭയപ്പെടുന്ന ഈ വഴിയിൽ നീ തളർന്നു പോകുവാൻ, ഈ അവസ്ഥയിൽ നീ ഒടുങ്ങിപ്പോകുവാൻ, ഈ അവസ്ഥയിൽ നീ ഇല്ലാതായി തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ, സ്തോത്രം. ദൈവം ആമേൻ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ചില വഴികളെ തുറന്ന് തന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ദൈവം പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ചില വഴികളെ തുറന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ വഴിയെ നീ എത്തേണ്ടടുത്തെത്തും. ഹല്ലേലൂയ. ഒരുപക്ഷേ കേട്ടുകേൾവി എന്തായിരിക്കും? ആമേൻ, ഇവന്മാർ ഓടിപ്പോയി മരുഭൂമിയിൽ തീർന്നു പോകും. ആമേൻ, ഇവരെത്ര ദിവസം മരുഭൂമിയിൽ കൂടെ പോകും? ആമേൻ. നോക്കൂ, അവരുടെ മരുഭൂമി യാത്ര പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മരുഭൂമിയിൽ ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം എന്താ? വിശപ്പ്. ആമേൻ, ഒന്നും കഴിക്കാനില്ല. ആമേൻ, മരുഭൂമിയിൽ എന്ത് ചെയ്യാനാ? കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്ത് ചെയ്യും? എന്നാൽ വചനം പറയുന്നു, ആമേൻ, ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന ആമേൻ കൊടുത്തു, അഥവാ ശക്തന്മാരുടെ ദൂതന്മാരുടെ ആഹാരം കൊടുത്തു. ഞാൻ പറയുന്നു, ആമേൻ,
ആമേൻ, ഈ ജനം ഇറങ്ങിത്തിരിച്ച സമയത്തെ ദൈവം കൃഷി തുടങ്ങി. ആമേൻ. ഓ സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കാണുന്നത് കഠിനതയുടെ വറുതിയുടെ നാളുകളും വറുതിയുടെ വഴിത്താരകളുമായിരിക്കാം. കേൾക്ക്, കൃഷി തുടങ്ങിയ ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടത് സ്വർഗത്തിൽ സ്വരുക്കൂട്ടിയിട്ടുണ്ട്. ആകാശത്തിന്റെ കലവറകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുക. നീ നിന്ന് തൃപ്തി പ്രാപിക്കുവാൻ, ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ നീ തകർന്നു പോകാതിരിക്കുവാൻ തക്കവേണം ഈ വൈകിയ വേളയിലും നിനക്ക് വേണ്ടി ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു വരിക. നീ കൃഷി ചെയ്തിട്ടല്ലാത്തത്, നീ അധ്വാനിച്ചിട്ടല്ലാത്തത് എൻ്റെ ദൈവം നിനക്ക് തന്ന് നിന്റെ നിലനിൽപ്പിനെ സാധ്യമാക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ഇന്നലകൾ നീ അധ്വാനിച്ചു, ആരോ കവർന്നു കൊണ്ടുപോയി. ഇന്നലകൾ നീ കഷ്ടപ്പെട്ടു, ആരോ പിടിച്ചു കൊണ്ടുപോയി. ഇന്ന് കാണാനില്ല. എന്നാൽ കേൾക്ക്, നീ ദൈവത്തിന്റെ വാക്ക് കേട്ട് പിന്നാലെ ഇറങ്ങി തിരിച്ചതുകൊണ്ട് അവൻ തുറന്നു തന്ന വഴി മരുഭൂമിയാണെങ്കിലും കുഴപ്പമില്ല, ആ വഴിയെ ഞാൻ നടക്കുമെന്ന് വിശ്വാസത്തോടെ ഇതിനകത്തായിരിക്കുന്നത് കൊണ്ട് ആമേൻ, ഈ രാത്രിയിലും വിളിച്ചു പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് ദൈവം നിനക്ക് വേണ്ടി കരുതിയ കരുതലുകളെ നിന്റെ കരങ്ങളിലേക്ക് തുറന്നു തരിക. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഉയരത്തിൽ ദൈവം കരുതിയ കരുതലുകൾ വെളിപ്പെടുവാൻ. ഓ ഷാറിയാധേനെ ഷഘൂറധാര ഷിയാറധരെ ഷന്ധാർഗന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. നോക്കൂ, നിങ്ങളൊക്കെ ആമേൻ ഡിസ്കവറി, ആനിമൽ പ്ലാനറ്റ് ഇതുപോലുള്ള ചാനലുകളൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ആമേൻ, അല്ലെങ്കിൽ ഒരു പൊതുബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ മനസ്സിലാകും, മരുഭൂമിയിൽ കാറ്റ് ഏറ്റവും വലിയ വില്ലനാണ്. ആമേൻ. കാറ്റ് നമുക്കൊരാശ്വാസമാണ്, എന്നാൽ മരുഭൂമിയിൽ കാറ്റ് വില്ലനാണ്. കാരണം കാറ്റ് മരുഭൂമിയിൽ വീശിയാൽ പൊടിക്കാറ്റുണ്ടാകും. പൊടിക്കാറ്റുണ്ടായാൽ ആമേൻ സ്തോത്രം, മനുഷ്യർ മൂടിപ്പോകും, അവർക്ക് ശ്വസിക്കുവാൻ കഴിയത്തില്ല, വല്ലാത്ത അവസ്ഥയിലായിത്തീരും. ആമേൻ. എന്നാൽ നോക്കൂ, ദൈവത്തിന്റെ ജനം ആമേൻ സ്തോത്രം ആ വഴിയെ നടക്കുവാൻ തുടങ്ങിയപ്പോൾ ആമേൻ സ്തോത്രം കാറ്റ് വീശി. ഫലം എന്താണ്? പൊടിക്കാറ്റുണ്ടായില്ല. ആമേൻ സ്തോത്രം. ആ കാറ്റിൽ ആമേൻ അനേകർ ആമേൻ മൂടിപ്പോയില്ല, ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചില്ല. പിന്നെയോ ആ കാറ്റിനൊപ്പം അവരുടെ കൂടാരങ്ങളിൽ കാട നിറഞ്ഞു. ആമേൻ. ആവർത്തിച്ചു പറയട്ടെ, ചില കാറ്റുകൾ നിന്നെ തകർത്ത് കളയുവാനല്ല, നീ ഭയപ്പെടുന്ന ചില കാറ്റിന്റെ അനുഭവങ്ങൾ, നീ ഭയപ്പെടുന്ന ചില പ്രതിസന്ധിയുടെ അനുഭവങ്ങൾ, അത് നിന്നെ തകർത്ത് കളയുവാനൽ. ഓ ഷാറിയാധേരെ, നിന്റെ കൂടാരത്തെ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടിയാ, നിന്റെ ഭവനത്തെ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ വേണ്ടി, നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ വേണ്ടി. ഓ റൈതേരെ ഷന്ധാരകല. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. നിന്നെ ഭയപ്പെടുത്തുന്ന, നീ ഭയപ്പെടുത്തുന്ന കാറ്റ് നന്മയുമായി വരുവാൻ പോകുക. ഇത് മുക്കിക്കളയത്തില്ല സഹോദരി, ഈ പ്രതിസന്ധി നിന്നെ തകർത്ത് കളയത്തില്ല സഹോദര, ഈ ഞെരുക്കം നിന്നെ തകർത്ത് കളയത്തില്ല. നീ ഒടുങ്ങി പോകുവാൻ അത് അനുവദിക്ക. ഓ ഷാറേരെ ഷഗുനെ റേതേരെ ഷാതേരെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, പുതിയത് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ, പുതിയത് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ, പുതിയത് അതിപ്പോൾ ഉത്ഭവിച്ചു വരട്ടെ, അതിപ്പോൾ ഉത്ഭവിച്ചു വരട്ടെ. ശൂന്യതകളെ മാറ്റുവാൻ തക്കവണ്ണം പ്രതീക്ഷിക്കാത്തത് കൊണ്ടുവന്ന് കൂടാരത്തെ നിറയ്ക്കുന്ന, ആകാശത്തിൽ കൃഷി ചെയ്യപ്പെട്ടത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പുതിയത് അത് ഉത്ഭവിച്ചു വരട്ടെ. മരുഭൂമിയിൽ മേഘസ്തംഭമായി അഗ്നിത്തൂണായി വഴികാട്ടുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി യേശുവിൻ നാമത്തിൽ. ആരും മൗനമായിരിക്കരുത്. ഈ രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് നിനക്ക് വേണ്ടി ദൈവം കണ്ട ദിവസമാ, നിന്റെ അത്ഭുതത്തിന് വേണ്ടി ദൈവം കണ്ട ദിവസം, നിനക്ക് വേണ്ടി പുതിയതൊന്ന് ദൈവം പ്രവർത്തിക്കുന്ന ദിവസം. ഓ ഷൈറേതേരെ ഷാധോനെ റഖാന ഷാധേ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് ആമേൻ ഹല്ലേലൂയ. ആ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഒരു നിമിഷം എല്ലാവരും ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് ആമേൻ പുതിയത് പ്രാപിക്കുവാൻ പോകുക. ഞാൻ പുതിയത് പ്രാപിക്കുമെന്ന വിശ്വാസത്തോടെ എഴുന്നേറ്റുന്നത് ആമേൻ കരങ്ങളെ തട്ടി ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ആരും മൗനമായിരിക്കരുത്. ആ പുതിയത് ഇത് സംഭവിക്കും. ആമേൻ ഹല്ലേലൂയ. ആമേൻ. കാറ്റ് ആമേൻ ഗതികേടല്ല, കേട്ടുകേൾവിയല്ല അതിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ പോകുന്നത്. പാളയത്തെ മൂടുന്ന ആമേൻ ഓ കാടയുടെ അനുഭവം, പാളയത്തിൽ വന്നു നിറയുന്ന മന്നയുടെ അനുഭവം യേശുവിൻ നാമത്തിൽ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പുതിയത് സ്തുതിക്കുന്ന ജനത്തിന് മധ്യത്തിൽ പുതിയത് സംഭവിക്കും. യേശുവേ സ്തുതിക്കുന്ന ഇവർ ആ പുതിയത് കാണട്ടെ. താങ്ക് യു ലോർഡ്. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്ര
കർത്താവിനെ പാടി മഹത്വപ്പെടുത്തിയാണ്. പുതിയത് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൂടാരത്തിൽ ഓടുന്ന കാടയ്ക്കായി ഒരുങ്ങിയായിരിക്കുന്നവർ, ദൈവിക കരുതലുകളെ അനുഭവിക്കുവാൻ കാത്തിരിക്കുന്നവർ, ഇവർ രോഗിയായിരുന്ന ആശുപത്രിക്കകത്ത് ഇവർ മുഖാന്തരം ഒരു വലിയ സാക്ഷ്യം അങ്ങയുടെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇവർ തലകുനിക്കപ്പെട്ട സ്ഥാനത്ത്, ഇവർ കടക്കാരായി നിന്ന സ്ഥാനത്ത് യേശുവിൻ നാമത്തിൽ പുതിയത് ഉത്ഭവിക്കുക. ഉയരത്തിൽ കരുതലുകൾ, യേശുവിൻ നാമത്തിൽ ഉയരത്തിലെ കരുതലുകൾ കൊണ്ട് ആ തൊഴിൽ മേഖലയിൽ യേശുവേ ഈ ജനത്തെ അടിയങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവരിലെ രോഗികളെ സൗഖ്യമാക്കുന്ന അത്ഭുത പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. ഇവരിലെ ബാധിപ്പുകളെ വിടുവിക്കുമാറാക്കുന്ന ദൈവ പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. ഇവരുടെ ബന്ധനങ്ങൾ ഇപ്പോൾ അഴിയട്ടെ. ഇവർക്ക് മുമ്പിൽ വഴികൾ തുറന്നു വരട്ടെ. ഇവർക്ക് മുമ്പിൽ എല്ലാ ഇല്ലായ്മകൾ മാറട്ടെ. ഇവർക്ക് മുമ്പിൽ എല്ലാ ഞെരുക്കങ്ങൾ മാറട്ടെ. ഇവർക്ക് മുമ്പിൽ എല്ലാ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. ഈ ആഴ്ച ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ആഴ്ച ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ. ഈ ആഴ്ച ഇവർക്ക് മുമ്പിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ ആഴ്ച ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ആഴ്ച ഇവരുടെ തൊഴിൽ മേഖലയിലൂടെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ആഴ്ച ഇവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിനായി സ്വർഗീയമായ വഴികൾ തുറക്കപ്പെടട്ടെ. ഈ ആഴ്ച ദൈവിക കരുതലുകൾ അനുഭവിക്കട്ടെ. ഈ ആഴ്ച ഇവർ അത്ഭുതങ്ങളിലൂടെ നടക്കട്ടെ. ഈ ആഴ്ച പുതിയത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗമതകരെ ചെയ്യുന്ന കൃപയ്ക്കായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ നല്ല വൈകിയ വേളയിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് താമസമെങ്കിൽ നാം ഇനി ഒരുമിച്ച്
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.